സാഹിത്യലോകത്തെ നക്ഷത്രങ്ങളെ, സാഹിത്യപ്രേമികളെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അമ്മയെക്കുറിച്ചുള്ള ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുവാനായി ഒരു വേദി ഒരുക്കിയപ്പോൾ നിറഞ്ഞ സദസ്സ് ആക്കി മാറ്റാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി. ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റപ്പെട്ട ഒരു പുസ്തകമാണ്, അതിൻ്റെ പ്രകാശനമാണ് ആദ്യമായിട്ടായിരിക്കും സാഹിത്യലോകത്ത് സംഭവിക്കുന്നത്. ഇത് കാരണം ഇതിൻ്റെ 90% അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഞാൻ 10 പേജ് എഴുതിയിട്ടുള്ളൂ, ബാക്കി മൊത്തം ചെറിൻ്റേതാണ്. അമ്മയുടെ ഡയറി കുറിപ്പ് മൊത്തം അടിച്ചു മാറ്റി, പിന്നെ അമ്മയെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ എഴുത്തും അടിച്ചു മാറ്റി. ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്യുന്ന പണിയായിരുന്നു. അച്ഛൻ്റെ മരണശേഷമാണ് ആക്ച്വലി അമ്മ എഴുതി തുടങ്ങിയിരിക്കുന്നത്. അന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പുസ്തകമാക്കണം. എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്, MA മലയാളമാണ്. ഞാൻ സിസ്റ്ററോടൊക്കെ പറഞ്ഞതാണ് നമുക്ക് കാര്യം. അമ്മയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത്, അമ്മ ഇത് ഈ ഡയറി ഇങ്ങനെ അന്ന് എഴുതാതെ ഒരു ആത്മഹത്യ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ഇങ്ങനെ ഡയറി എഴുതി പോവുകയാണ്. അവസാനം ഞാൻ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒരു നടപടി ആവുന്ന ലക്ഷണമില്ല, കാര്യം അത്രയ്ക്ക് ഇങ്ങനെ എഴുതി കൂട്ടിയേക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ 10-15 കഴിഞ്ഞപ്പോഴാണ് ദുബൈയിൽ ഒരു അമ്മയുടെ പുസ്തക പ്രകാശനത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായി. അന്നേരം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ. അന്ന് അവിടെ വെച്ചിട്ട് ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് ഞാൻ അനൗൺസ് ചെയ്ത് അടുത്ത പുസ്തകോത്സവത്തിൽ ഈ പുസ്തകം ഞാൻ എൻ്റെ അമ്മയുടെ ഞാൻ പ്രകാശിപ്പിക്കും. ഞാൻ തിരിച്ചു വന്ന് 100 കൂട്ടം പ്രോജക്റ്റ്, ഞാൻ അറ്റ് എ ടൈം 50 പ്രോജക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ മെയിൻ ഈ CEO ജോബ് കൂടാതെ ഞാൻ അതിലൊന്നായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് ഈ പുസ്തകം ഇറക്കും. സമയം വളരെ കുറവാണ്. ഞാൻ ഹരിയെ പിടിച്ചു, കാര്യം നമ്മുടെ ടീമിലുള്ളതാണ്. ഞാൻ പറഞ്ഞു ഹരി ഒരു വലിയ ജോബാണ് തരാൻ പോകുന്നത്. സഹോദരനും സഹോദരിയൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. അവരൊക്കെ പരാജയപ്പെട്ടെടുത്തു നിന്നാണ് ഇതിൽ നിന്ന് ഈ സാധനം വേർതിരിച്ചെടുത്ത് പാലാഴി കടഞ്ഞെടുത്ത് അമൃതാക്കി മാറ്റേണ്ട ഒരു പണിയാണ്. അങ്ങനെ ഹരി ഒരു നല്ല ജോബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ ഒരുപാട് സമയം അത് കാരണം റിസീവ് ചെയ്യപ്പെട്ടു. ഞാനത് പ്രോജക്റ്റായിട്ട് എടുത്തുകൊണ്ട് അവസാനം ഇതിൻ്റെ പുസ്തകോത്സവത്തിൽ വെച്ച് ഇത് പ്രകാശിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി, കാര്യം ഞാൻ കരഞ്ഞുപോയി. ചില ഇമോഷണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പം നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോകും. അത് ഇന്നുണ്ടാവരുത് എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി തമാശീകരിച്ച് പറയല്ലേ. തമാശയുടെ ആശാന ഇവിടെ വന്നിരിക്കുന്നത് MDR. അമ്മയെക്കുറിച്ച് പറയുമ്പം ഈ കസ്തൂരി ശലഭം എന്ന് പറഞ്ഞാൽ പാറപ്പുറത്ത് നിന്ന ശലഭമൊന്നും അല്ല. ആള് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഫെമിനിസ്റ്റാണ്. പക്ഷേ എന്തുകൊണ്ട്, കാര്യം രാജപുസ്തകോത്സവത്തിൽ വെച്ച് ഞാൻ വിശദമായിട്ട് സംസാരിച്ചാണ്. അത് എനിക്കത് വീണ്ടും ആവർത്തിക്കാൻ താല്പര്യമില്ല. എങ്കിലും ചുരുക്കി പറയാം, മലയാളം കണ്ട ആദ്യത്തെ സാഹിത്യകാരിയാവേണ്ട ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരിയാവേണ്ട വ്യക്തിയായിരുന്നു. മഹാത്മാഗാന്ധി മരിച്ച ദിവസം തിരുവനന്തപുരത്ത് വനിതകളെ മുഴുവൻ നയിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരിൽ ഉള്ള വനിതകൾ KR ഗൗരി, സുശീല ഗോപാലൻ, ഐഷഭായ്, ഇവരെല്ലാം ഒരുമിച്ച താമസം. അമ്മ മാത്രം കോൺഗ്രസ്, ബാക്കി എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ഏഷ്യാറ്റികൾ, ഇവരൊക്കെ മിനിസ്റ്റേഴ്സുമായി. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മിനിസ്റ്റർ ആവേണ്ട അമ്മയാണ്. കാര്യം അമ്മ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പേരിൽ ആദ്യത്തെ മിനിസ്റ്റർ ആവേണ്ടതാണ്. പക്ഷേ അമ്മ കമ്മ്യൂണിസത്തിലേക്ക് പോകുമെന്ന് കുടുംബക്കാർക്കൊരു സംശയം ഉള്ളതുണ്ട്. രാഷ്ട്രീയം വിടാൻ പറഞ്ഞു, അധ്യാപനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി. പക്ഷേ എനിക്ക് ഇന്നും മനസ്സിലാവാതെ പോയത് എന്തുകൊണ്ട് അമ്മ എഴുത്തിലേക്ക് പോയില്ല. കാര്യം മഹോപാധ്യായയിൽ ഗോൾഡ് മെഡലിൽ പാസ്സായ വ്യക്തിയാണ്. ഏറ്റവും നല്ല പ്രഭാഷകയാണ്. അമ്മയുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളിൽ അമ്മയുടെ പ്രഭാഷണമുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് ഈ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 പുസ്തകം ഇറക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. അത്രയും കാര്യം ഓരോ സെൻറ്റൻസിനകത്തും വളരെ അതൊരു നമ്മളൊക്കെ എഴുതണമെങ്കിൽ ഒരു പേജ് എഴുതുന്നത് ഒരൊറ്റ സെൻറ്റൻസിനകത്ത് ഒതുക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അണുകവിത എഴുതി തുടങ്ങിയത് അമ്മയുടെ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. കാര്യം ഒരു പേജിൽ എഴുതേണ്ടത് 4 വരിയിൽ എഴുതാൻ പഠിച്ചു തുടങ്ങണം. അങ്ങനെ ഇത് അമ്മ എഴുതിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് എഴുതാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവസാനം ഞാൻ സ്വയം കണ്ടെത്തിയ ഒരു റീസൺ അതായിരിക്കാം. ഈ ഫെമിനിസ്റ്റ് ആണെങ്കിലും ഈ ഫെമിനിസം വീട്ടിന് പുറത്തെ ഊരി വെച്ചിട്ട് അകത്ത് കയറുന്നൊരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ പോലും അച്ഛൻ്റെ ഈഗോയെ ഹട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പുറത്തിറങ്ങിയ ആൾ പുലിയാണ്. കാര്യം അച്ഛൻ സംസ്കൃതത്തിൽ ശാസ്ത്രിയാണ്. ഈ ശാസ്ത്രി പരീക്ഷ പാസ്സായിട്ട് 5 വർഷം പഠിക്കണം ഈ മഹോപാധ്യായിക്ക്. അന്നത്തെ സംസ്കൃതത്തിലെ ഏറ്റവും വലിയ പഠനമാണ് അത്. അന്നത്തെ മഹാരാജാസ് കോളേജിലാണ്, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് മാത്രമേ അതുള്ളൂ. മഹാരാജാവ് തുടങ്ങിയൊരു കോഴ്സാണ് അത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആ കോഴ്സ് ഇല്ലാതായിപ്പോയി. അന്നൊക്കെ അത് പഠിച്ചിറങ്ങിയാൽ നേരെ കോളേജിൽ പ്രൊഫസറായിട്ട് കയറാം.
അപ്പോൾ ഈ മഹോപാധ്യായ കഴിഞ്ഞ ഒരാളും ശാസ്ത്രിയും കൂടെയാണ് വിവാഹം കഴിച്ചേക്കുന്നത്. ഇവർ 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം രണ്ടുപേരും അധ്യാപകരാണ്, ഒരേ വീട്ടിൽ കഴിയുകയാണ്. അപ്പം ഈ ആയുർവേദ കോളേജിലെ കുട്ടികളൊക്കെ അവർക്ക് സംസ്കൃതം ഒരു പേപ്പറുണ്ട്, ഇത് പഠിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ്റെ അടുത്താണ് വരുന്നത്. അപ്പം അച്ഛൻ്റെ അടുത്ത് വന്ന് സംസ്കൃതം പഠിച്ചു പോകുമ്പം അച്ഛനേക്കാളും ഒരു വലിയ പുലി അകത്തിരിപ്പുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അമ്മ പുറത്തിറങ്ങി വന്ന് ഞാൻ മഹോപാധ്യയാണ്, ഐ ക്യാൻ ടീച്ച് യു ബെറ്റർ എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല. അച്ഛനെ ഒരു രീതിയിലും അവരുടെ മുന്നിൽ ആർക്കും അറിയത്തില്ല, ഇന്നും പലർക്കും അറിയത്തില്ല അമ്മ ഈ മഹോപാധ്യായ ശാസ്ത്രിയേക്കാൾ എത്രയോ ഉയരത്തിലാണെന്നോ അവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരാണെന്നോ പറഞ്ഞില്ല. ഈ പുസ്തകത്തിൽ പോലും അമ്മ അത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണ്. പക്ഷേ ഇന്നിവിടെ അമ്മ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞത്, അദ്ദേഹം ഒരിക്കൽ എന്നെ വന്ന് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്, ആ വൈഫ് പറഞ്ഞത്, എനിക്കൊരു ടീച്ചറുണ്ടായിരുന്നു, ഞാൻ കണ്ട ഏറ്റവും വലിയ ഫെമിനിസ്റ്റാണെന്ന് ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് ഇവിടെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യും, അപ്പം പറയും അമ്മയെക്കുറിച്ച്. പക്ഷേ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഓർമ്മയിലുള്ള അമ്മ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം പറയുമ്പോഴാണ് ഷാർജയ്ക്ക് അറിഞ്ഞത്, ഇത്തവണ ഞാനത് സൂക്ഷിച്ച് പറയാം. ഈ നമ്മളുടെ എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ആർക്കും അമ്മയുടെ മുലപ്പാൽ കുടിച്ച ഓർമ്മ കാണത്തില്ല. നമ്മൾ പറയും മുലപ്പാലുണ്ടെന്ന്, പക്ഷേ എനിക്ക് ഇന്നും മുലപ്പാൽ കുടിച്ച ഓർമ്മയുണ്ട്. കാര്യം നമ്മുടെ ഓർമ്മകളൊരു 3 വയസ്സിന് ശേഷമില്ലേ, അമ്മ ചെന്യായം തേച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് മുലപ്പാൽ കുടിച്ച ഓർമ്മയുള്ളത്. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എത്ര വയസ്സായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അപ്പം അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡായി. 4 മക്കളുണ്ടെങ്കിലും ഞാനെപ്പോഴും വിശ്വസിക്കുന്നു ഇത് അടിച്ചു മാറ്റാനുള്ള റൈറ്റ് എനിക്കാണ്. അമ്മ എവിടെ പോയാലും എന്നെ കൊണ്ട് പോകും. ഈ സ്കൂളിൽ കൊണ്ടുപോയി യൂത്ത് ഫെസ്റ്റിവൽസ് എല്ലാം കൊണ്ട് കാണിച്ച് എന്നെ ഈ കലാകാരനാക്കി മാറ്റിയത് അമ്മയാണ്, ഉറപ്പാണ്. എന്നെ കൊണ്ട് കവിതാരചനാ മത്സരത്തിന് കൊണ്ടുപോയത്, ആദ്യമായിട്ട് കവിത എഴുതാൻ പഠിപ്പിച്ചത് അമ്മയാണ്. അത് വലിയ കഥയാണ്. അപ്പം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, എനിക്ക് മലയാളം ഒരു പേപ്പറേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ മത്സരിക്കാൻ പോകുമ്പം ഈ കഥാരചനയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ കവിതാരചനയ്ക്ക് ഒരു പയ്യൻ വരും. ഒരാളെ ഞങ്ങളുടെ സ്കൂളിൽ കവിത എഴുതത്തുള്ളൂ. അപ്പോൾ പുള്ളി ആസ്ഥാന കവിയാണ്, പുള്ളി എല്ലാ തവണയും വരും, കവിത എഴുതും, പുള്ളി ഫസ്റ്റ് വാങ്ങി പോകും. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊരു ദിവസം എന്ന് പറയും, അപ്പോൾ ഈ നമുക്ക് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിന് പോകണമെങ്കിൽ ഫസ്റ്റ് വാങ്ങണം. അപ്പോൾ അമ്മ ഞങ്ങളുടെ ഇവിടെ ഒരു കവിയുണ്ട്, പുള്ളി മാത്രമേ ഉള്ളൂ, ഇത് എങ്ങനെയാണ് കവിത എഴുതുന്നത്? അപ്പോൾ നമുക്കറിയത്തില്ല, ഇത് വൃത്തം അലങ്കാരം ഭയങ്കര പ്രശ്നമല്ലേ. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം, ഞാനാകെ പോകുന്ന ലൈബ്രറിയിൽ, എൻ്റെ സിസ്റ്റർ എന്നെ കൊണ്ട് ലൈബ്രറിയിൽ പോകും. അതാണ് മലയാളമായിട്ടുള്ള ബന്ധം. അമ്മ പറഞ്ഞു വളരെ സിമ്പിളാണ്, മഞ്ചേരിയിൽ എഴുതി തുടങ്ങിയോ, ഇത് വെച്ച് അങ്ങ് എഴുതിക്കളാൻ മതി. അങ്ങനെ ഞാൻ കവിതാരചനയ്ക്ക് കൊണ്ട് പേര് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സബ്ജക്റ്റ് വന്ന് ബാല്യകാലത്തെക്കുറിച്ച് ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം അന്ന് എനിക്കിപ്പോഴും എഴുതി വന്നു, കൊല്ലങ്ങളേറെയായി കല്ലിളക്കിക്കൊണ്ട് കല്ലട അറത പഞ്ഞിടുന്നു. ഇതാണ് ആദ്യമായിട്ട് എഴുതിയത്, കവിതയാണ്. ഇതെഴുതി ഫസ്റ്റ് കിട്ടി. ഇതിന് ശേഷം ഇവിടേക്ക് പോവുകയാണ്, ഉമ്മന്നൂർ സ്കൂളിൽ വെച്ചിട്ടാണ് ഉപജില്ല നടക്കുന്നത്. അവിടെ എ ഗ്രേഡിൽ ഫസ്റ്റ് കിട്ടുന്നു. അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സീനൊക്കെയാണ്. പിന്നെ എന്നെ കണ്ണൂർ കൊണ്ടുപോകുന്നു. ഇതോടൊപ്പം തന്നെ കൊട്ടാരക്കര സ്കൂളിൽ ചെറുപ്പം തൊട്ട് തന്നെ ഈ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴെല്ലാം എന്നെ കൊണ്ടുപോകും. ഞാൻ മത്സര ജില്ലയിലും എന്നെ കൊണ്ട് എല്ലാ യൂത്ത് ഫെസ്റ്റിവലിനും കൊണ്ടുപോയി ഏതെങ്കിലും വേദി കൊണ്ടിരുത്തും. അപ്പോൾ കുറേ നേരം ഒരു വേദി ഇരിക്കുമ്പം ബോറടിക്കുമ്പോൾ അടുത്ത വേദി പോകും. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ഒരു ഹരമായി. ഗൾഫിലുള്ള മിക്കവാറും എല്ലാ യൂത്ത് ഫെസ്റ്റിവലും ഞാൻ അതിന് ശേഷം ഗൾഫിൽ പോയതിനു ശേഷം നടത്തുകയുണ്ടായി. അതൊക്കെ വേറെ കഥ. പക്ഷേ ഈ ഞങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് മെൻറ്റയില്ല, മുലപ്പാൽ മാത്രമല്ല, വേറെ വലിയ അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അമ്മയുടെ ഈ പുസ്തകത്തിൽ പറയുന്ന വലിയൊരു കഥയുണ്ട്, അമ്മയുടെ ഇല്ലീഗൽ സണ്ണാണ് ഞാൻ. അതൊരു വലിയ കഥയാണ്. കാര്യം അന്ന് കാലത്ത് അമ്മ ഈ ഗവൺമെൻറ് ജോലിക്കാർക്ക് 3 കുട്ടികളിൽ കൂടുതലും ഉണ്ടായി കഴിഞ്ഞാൽ പെൻഷൻ കിട്ടില്ല, അത് തടഞ്ഞു വെക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 4ാമത്തെ പൈതലായിട്ട് നമ്മളിങ്ങനെ വരുന്നത്. അപ്പം ഒരു മാർഗ്ഗത്തിൽ അച്ഛൻ പറഞ്ഞ് നേരെ പൊക്കുകയോ നിർത്തിക്കുകയോ വേണ്ട, 4ാം എന്താ അച്ഛൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അച്ഛൻ്റെ 51ാമത്തെ വയസ്സിലെ പുത്രനെ ഞാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ 4 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യുമ്പം പെൻഷൻ വേണം, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അമ്മ നേരെ ഡോക്ടറെ അടുത്ത് ചെന്നു, ഒരു വഴിക്ക് ചെല്ലുക, അവിടെ വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോഴാണ് അമ്മയുടെ ബുദ്ധി എന്ന് വന്നതായിരിക്കണം, ഇത് ഈ മാർച്ച് 28 എൻ്റെ ജന്മദിനം. അപ്പം അപ്പോൾ ഡേറ്റ് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്ന ദിവസമാണ് വരുന്നത്. അപ്പം ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇത് ഗവൺമെൻറ്റിൽ അറിയിക്കാതെ പോകണമെങ്കിൽ ലീവ് എടുക്കരുത്. അതായത് ഒരു മാർച്ച് 25 വരെ എങ്കിലും സ്കൂളിൽ പോകണം. ഈ 9 മാസം കഴിയുന്നത് വരെയും സ്കൂളിൽ പോയി എന്നിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. കാര്യം അവസാനം മറ്റേ SLC എക്സാമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ടീച്ചേഴ്സ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ 10ാം മാസവും എന്നെയും ചുമന്നുകൊണ്ട് പുനലൂരിൽ നിന്ന് ബസ് കയറി കൊട്ടാരക്കരയിൽ പോയി
അധ്യാപികയായി വർക്ക് ചെയ്ത് ഒരു രേഖയിലും ഞാൻ ജനിച്ചതായിട്ട് അന്നില്ല, ഗവൺമെൻറ് രേഖയിൽ. അങ്ങനെ എല്ലാവരുടെയും ടീച്ചേഴ്സൊക്കെ സഹകരിച്ചുകൊണ്ട് അങ്ങനെ ഇല്ലീഗലായി പിറന്ന ഒരു മകനാണ്. പക്ഷേ പിന്നീട് ആ നിയമമൊക്കെ മാറി. ഇപ്പം അങ്ങനെ നിയമം ഇല്ലല്ലേ, ഇല്ല. അപ്പം അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് മോൻ ഞാൻ തന്നെ. കാര്യം ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് എന്നെക്കുറിച്ച് എഴുതിയേക്കുന്നത്. കാര്യം മനഃപൂർവ്വം കുറേ മറ്റവരുടെയൊക്കെ വെട്ടിയതാന്ന് തോന്നുന്നത്. എനിവേ ഏതായാലും ഞാൻ അതുകൊണ്ട് ഈ പുസ്തകം അങ്ങ് കാര്യം ഇത് അസറ്റ് 4 പേർ കൂടെ ചേർന്ന സാധനമാണ് അമ്മയുടെ ഡയറി കുറിപ്പെന്ന് വെച്ചാൽ. ഞാൻ അത് മൊത്തം അങ്ങ് അടിച്ചു മാറ്റി, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒന്നും തോന്നരുത്, പ്രിയപ്പെട്ട മോനുള്ള അവസരം ഞാൻ കളയുന്നില്ല. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ ഈ ഒരു പ്രകാശന ചടങ്ങിൽ നിങ്ങളെയൊക്കെ കാണുവാനും, കാര്യം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അമ്മയെ അടുത്തറിയാവുന്ന പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് അമ്മയെക്കുറിച്ച് പറയേണ്ടതും. ഈ പുസ്തകം വായിച്ച കുറച്ച് പേരുണ്ട്. മലയാളം റിലീസായി, ഇന്ന് വൈകിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് പ്രകാശനമാണ് നടക്കുന്നത്. ആ ഇംഗ്ലീഷ് പ്രകാശനം ഇതിന് ശേഷം ഉണ്ടാവും. അതിനകത്ത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 1-2 ആർട്ടിക്കിൾസ് എക്സ്ട്രാ നമ്മൾ കേട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം മലയാളത്തിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തേക്കുന്നതാണ്. എൻ്റെ ബ്രദറിലോയുടെ ഒരു ആർട്ടിക്കിൾ അന്ന് മലയാളത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒരിക്കലും തലയടിച്ച് വീണതിന് ശേഷം ഞങ്ങൾ ഒറ്റയ്ക്ക് നിർത്തിയിട്ടില്ല. പിന്നീട് സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് സിസ്റ്ററും ഹസ്ബൻഡിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കുറേ കൂടെ നന്നായിട്ട് അറിയാം. പക്ഷേ അവരുടെ അനുഭവക്കുറിപ്പുകൾ ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷേ MDR പ്രത്യേകം പറയുമായിരുന്നു, ഇതിന് ഈ അമ്മയുടെ പേരിൽ കേരളത്തിൽ എഴുത്തമ്മ പുരസ്കാരം, ഞങ്ങൾ ഇന്ത്യ വേർഡ് ഭാഷാ പുരസ്കാരം നമ്മൾ നടത്താറുണ്ട്. മലയാളത്തിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിനേക്കാളും വലിയ പുരസ്കാരം 5,01,000 കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ നടത്തുന്നുണ്ട്. അവ MDR പറഞ്ഞത് പറ്റില്ല. കാര്യം ഈ പുസ്തകം പുള്ളി 3 തവണ വായിച്ച്. ഇത് മലയാളത്തിൽ പുസ്തകം എഴുതാതെ തന്നെ എഴുത്തമ്മയാവേണ്ട വ്യക്തിയാണ്. കാര്യം ആ ഡയറി കുറിപ്പുകളിലെ ഓരോ വരികളിലും അത് ഒരു ചരിത്രമാണ് പറയുന്നത്. വെറും ആത്മകഥ മാത്രമല്ല, അതിലൂടെ ചരിത്രം കടന്നു പോവുകയാണ്. അമ്മയുടെ ആ വരികൾക്കിടയിൽ വായിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് MDR അതിനെക്കുറിച്ച് പറയും. വായിച്ചവരാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഇതിൽ അമ്മ അവസാനം പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. അമ്മയുടെ അച്ഛനും അമ്മയും ഇതുപോലൊരു കുറിപ്പ് എഴുതിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയാൻ പറ്റുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മിസ്സാക്കുന്നത്. നമ്മൾക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഒരു പുസ്തകം എഴുതാൻ നമ്മൾ വിട്ടുപോകും, അവരുടെ ആത്മകഥ. ഇതിനൊരു മാറ്റം കുറിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നത്. കുട്ടികളുടെ കരിയർ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു പ്രോജക്റ്റിലാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി റിവാമ്പ് ചെയ്യുക. അപ്പോൾ അതിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിൻ്റെയും കുട്ടികളെ ഞാൻ കരിയർ ഡിസൈനിൻ്റെ മെൻറ്റർ, ഇതുപോലെ കേരളത്തിലുള്ള അട്ടപ്പാടിയിലെ സ്കൂള്, പല കോളേജസ്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയിരുന്നത് നിഷ് ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, കന്യാകുമാരി അടുപ്പിച്ച്. അപ്പോൾ അങ്ങനെയുള്ള പല സ്ഥലത്തും നമ്മുടെ അതിൻ്റെ പരീക്ഷണം നടക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ഉള്ള കരിയർ ഡിസൈൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ അസൈൻമെൻറ്റാണ്. നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ബയോഗ്രഫി നിർബന്ധമായിട്ടും നമ്മൾ പബ്ലിഷ് ചെയ്യണം. അതിനുവേണ്ടി അടുത്ത വർഷം തൊട്ട് നമ്മൾ ഈ സാഹിത്യ ഇതിലൊരു വിഭാഗം തന്നെ ഉണ്ടാക്കുകയാണ്. കാര്യം ഈവൻ ഈ ബയോഗ്രഫിക്ക് വേണ്ടി നമ്മളൊരു വിഭാഗം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് പക്ഷേ ഈ എഴുതാൻ എല്ലാവർക്കും കഴിവുണ്ടായെന്ന് വരുന്നില്ല. അതിനു വേണ്ടി നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് അത്യാവശ്യം നമ്മൾ കൈവശം കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആർക്കും എഴുതാം ബയോഗ്രഫി. വെറും 10 മണിക്കൂറാണ് നിങ്ങളുടെ വേണ്ടത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറുണ്ട്. ഒരാളുടെ മനസ്സിലുള്ളതിനെ ചോദിച്ചെടുക്കാൻ വേണ്ടി ഉള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഒരു 10 മണിക്കൂർ നിങ്ങൾ ജീവിതത്തിൽ മാറ്റിവെക്കുക. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ പോയിരുന്ന ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ചോദ്യത്തിൽ കണക്ട് ചെയ്ത് മറ്റു ചോദ്യങ്ങളും ചോദിക്കാം. പക്ഷേ ഒരു 10 മണിക്കൂർ, 5 മണിക്കൂറാണെങ്കിലും മതി. 5 മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 പേജിൻ്റെ ബുക്ക് കിട്ടും. 10 ആണെങ്കിൽ ഒരു 400 പേജ് കിട്ടും. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഞങ്ങളുടെ ഒരു ടീമുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ വീഡിയോ ഫോർമാറ്റിലേക്കാം, ഓഡിയോ ഫോർമാറ്റിലേക്കാം, ബുക്ക് ഫോർമാറ്റിലേക്കാം. ഇത് ഞങ്ങൾ കുട്ടികളെ മൊത്തം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത വർഷത്തെ ഇവരുടെ എല്ലാം അസൈൻമെൻറ്റ് അതാണ്. ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബയോഗ്രഫി നിർബന്ധമായിട്ടും പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഒരു ബയോഗ്രഫി റെവല്യൂഷൻ്റെ തുടക്കം കുറിക്കണമെങ്കിൽ ആദ്യം ഇത് പറയുന്ന ആളിത് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ തുടക്കമാണിത്. അപ്പോൾ ആദ്യം മാതൃക കാട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ വെറുതെ പറയുന്ന ശീലമില്ല, ആദ്യം ചെയ്ത് കാണിക്കും, എന്നിട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഉള്ള ഒരു തുടക്കമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു അസൈൻമെൻറ്റാണ്. ഇന്ന് തിരിച്ചു പോയിട്ട് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ബയോഗ്രഫിയുടെ പരിപാടി തുടങ്ങുക.
5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുക. 10 മണിക്കൂറുണ്ടെങ്കിൽ നല്ലൊരു പുസ്തകം കിട്ടും. എന്നിട്ട് നിങ്ങളുടെ ആൽബം എടുത്തിട്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസെർട്ട് ചെയ്യണം. ഇത് ഭയങ്കര സമയമില്ലാത്തതുകൊണ്ട് അവസാനം ഫോട്ടോസ് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ വലുതാക്കി ഇതിനകത്ത് കുറേ ഫോട്ടോസ് കയറ്റാനുണ്ട്. അത് അടുത്ത എഡിഷൻസിൽ നമ്മൾ വലുതാക്കുന്നതായിരിക്കും. ഇത് അന്ന് സമയബന്ധിതമായിട്ട് ഈ ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് ലിബിയാണ് ഇത്. കഴിഞ്ഞ വർഷം ഞാനിത് അനൗൺസ് ചെയ്യുന്ന ലിബിയുടെ വേദി വെച്ചിട്ട്, അപ്പം ലിബി തന്നെ പറഞ്ഞ് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയത് വന്നപ്പോഴത്തേക്ക് നമുക്കിത് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഫോട്ടോസൊന്നും അധികം കയറ്റാൻ പറ്റില്ല. പക്ഷേ അടുത്ത തവണ നമ്മൾ വിശാലമായിട്ട് ഇത് ഇറക്കുന്നതായിരിക്കും. ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. ഇത് ഞങ്ങൾ കുറേ ഭാഷകളിലേക്കൊക്കെ മാറ്റി ലോകം മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനമാണ്. അതിനുള്ള ടെക്നോളജിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ പ്രഭാഷണം കത്തിയും കേൾക്കാൻ വേണ്ടിയല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ തമാശീകരിച്ച് പറഞ്ഞ മറ്റൊന്നുമല്ല, ഇമോഷണൽ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഷാർജയിൽ നമുക്കൊരു ദുരനുഭവം ഉണ്ടായി, സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അതുകൊണ്ട് ഇവിടുത്തെ പ്രഭാഷണ വിശാരദന്മാരിവിടെ ഉണ്ട്. അവർ വരട്ടെ, വേദിയിൽ വരട്ടെ. എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. പക്ഷേ അതിന് മുമ്പ് അമ്മ ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും കുറേ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തക പ്രകാശനം പോലെ തന്നെ അമ്മയുടെ ഒരു കവിയുണ്ട്, കവയിത്രിയുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് മുരളിക എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബം 2003 ഇറക്കുക. അപ്പം ഞാൻ ഈ പാട്ട് എഴുതുന്നത് കണ്ടപ്പോഴേ അമ്മയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അമ്മ ഭയങ്കര ത്രില്ലായിട്ടിരിക്കുമ്പോൾ എനിക്കറിയാം, എനിക്ക് അമ്മ ഈ സ്കൂളിൽ ഈ തോസിലിന് വേണ്ടിയൊക്കെ കവിത എഴുതി കൊടുക്കുന്നത് എനിക്കറിയാം. ഈ ഒപ്പനപ്പാട്ടൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞ് എൻ്റെ ആൽബത്തിനകത്ത് അമ്മയുടെ ഒരു സോങ് വേണം. യു വോണ്ട് ബിലീവ്, അമ്മയുടെ ഏക റെക്കോർഡഡ് സോങ് ആണ് ഇന്ന് അതിവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മുരളിക എന്ന് പറയുന്ന മ്യൂസിക് ആൽബത്തിൽ ആ ഗാനം ആണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അമ്മയുടെ ഗാനത്തിലേക്ക്. താങ്ക് യു.